ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചു. അർജുൻ്റെ ലോറി 3 ഭാഗമായി കിടക്കുന്നു. അതിലേതാണ് ക്യാബിൻ ഭാഗമെന്ന് തിരയുകയാണ് ഇപ്പോൾ ദൗത്യസംഘം. അപകടം നടന്ന് 10 ദിവസമായിട്ടും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു കേരളത്തിലെ ഓരോ മനുഷ്യനും. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാവുമോ? തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ എന്ത് പറയണമെന്നറിയില്ല. സർവശക്തനായ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതെ ഒരിക്കലും അർജുന് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. മലയുടെ അടുത്ത് പാർക്ക് ചെയ്ത വാഹനം മലക്കം മറിഞ്ഞ് വിവിധ ഭാഗങ്ങളായി പുഴയിലേക്ക് പതിച്ച്. പുഴയുടെ ആഴങ്ങളിൽ ക്യാബിൻ ഭാഗം എവിടെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഫോൺ എടുത്തുകൊണ്ട് അർജുൻ്റെ ന്യൂസ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം നൽകുന്ന വാർത്ത ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരുമെന്ന് എനിക്കറിയാം. അർജുനെ കണ്ടെത്തട്ടെ എന്നല്ലാതെ മറ്റൊരു വാക്ക് ഈ സാഹചര്യത്തിൽ പറയാനില്ല. എത്രയോ മഹാത്ഭുതങ്ങൾ കണ്ടതാണീ ഭൂമി. ഇനിയും അതുപോലെ ചരിത്രം പിറക്കുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി. ഇനിയും നമ്മുടെ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനൊരു കേരളക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം തോന്നുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ആരെന്ന് പോലും അറിയാതെ ഒരിക്കലും കാണാത്ത അർജുനു വേണ്ടി ജാതിമത ഭേദമന്യേ രാവും പകലും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മലയാളികളെ, ഇതൊരു അത്യപൂർവ സംഭവം തന്നെ. ലോകത്തിന് മാതൃകയാണ് നിങ്ങൾ. നിങ്ങളിലല്ലാതെ വേറെ എവിടെയും ഈ സ്വഭാവരീതി കാണില്ല. അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മറക്കാൻ കഴിയില്ല അർജുനെ. അത്രയേറെ ആഗ്രഹിച്ചു ജീവിതത്തിലേക്ക് അർജുൻ മടങ്ങി വരാനായി. അപകടത്തിൻ്റെ ആഘാതത്തിൽ അർജുൻ്റെ ട്രക്ക് പല ഭാഗങ്ങളായി തിരിഞ്ഞിരുന്നു. ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇനിയും പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളിൽ ഓരോരുത്തർക്കും കഴിയില്ല. വേഗം അർജുനെ കണ്ടെത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് ഓരോരുത്തർക്കും. ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ മുന്നിലേക്ക് അർജുനെ എത്തിച്ചു നൽകാനായി സംഘത്തിന് കഴിയട്ടെ. വളരെ വേദനയോടെയല്ലാതെ അർജുനെ ഓർക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ട്രക്കിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അർജുൻ ആ സമയത്ത് അനുഭവിച്ച വേദനയും ദുരിതവും എന്തായിരിക്കും? അതിനുള്ളിൽ നിന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ലോകത്ത് ഒറ്റപ്പെട്ടു പോയ അവൻ അറിയുന്നില്ലല്ലോ, അവനെയും കാത്ത് ഒരുപാട് പേർ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന്. ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. 10 ദിവസം പിന്നിട്ടിട്ടും അവനരികിലേക്കെത്താൻ ആർക്കുപോലും സാധിച്ചില്ലല്ലോ. ഒറ്റ ചോദ്യം മാത്രമേ ഇപ്പോഴുള്ളൂ, നീ ജീവിച്ചിരിപ്പുണ്ടോ?